എന്നാൽ തെളിവെടുപ്പിനായി എത്തിച്ചപ്പോൾ അഫാനെ കാണാതിരിക്കാൻ റഹീമിനായില്ല. അടുത്തുള്ള കടയ്ക്ക് മുന്നിൽ നിന്ന് അഫാനെ റഹീം കാണുന്ന ആ ദൃശ്യങ്ങളിൽ. ജിബിൻ വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുന്നു. ജിബിൻ, ഈ മൂന്നാം ഘട്ട തെളിവെടുപ്പിന് വേണ്ടി അഫാനെ അവിടേക്ക് എത്തിക്കുന്നു. നമ്മൾ റഹീം നോക്കിക്കാണുന്നു. അദ്ദേഹത്തിന്റെ കുടുംബം തന്നെ ഇല്ലാതെ പോയി. അതിന് കാരണമാകുന്നത് സ്വന്തം മകൻ തന്നെ ആ ഒരു സാഹചര്യമൊക്കെ ഉണ്ട്. അതിനൊപ്പം തന്നെ നാട്ടിലുള്ളവർക്കും അല്ലെ, ആ നാട്ടിൽ അടുത്ത കാലത്തുണ്ടായ ഏറ്റവും വലിയ ദുരന്തം എന്ന നിലയ്ക്ക് തന്നെ പറയാൻ കഴിയുന്ന ഒരു സംഭവത്തിലെ പ്രതിയെ അവിടേക്ക് എത്തിക്കുകയാണ്. എങ്ങനെയായിരുന്നു ആ പ്രതികരണങ്ങൾ? മധു, ഈ വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതക കേസിൽ എല്ലാം നഷ്ടപ്പെട്ടത് എന്ന് പറയാൻ നമുക്ക് സാധിക്കുന്നത് റഹീമിനാണ്. കാരണം ആ വിദേശത്തിരുന്ന് ഇത്രയും കാലം കഷ്ടപ്പെട്ടുണ്ടാക്കിയ അദ്ദേഹത്തിൻ്റെ എല്ലാം ഈ ഒരു കൊലപാതകത്തിൽ നശിച്ചു. അത് എല്ലാം നഷ്ടപ്പെടുത്തിയത് സ്വന്തം മകനും കൂടിയാണ്. അതുകൊണ്ട് ഏറ്റവും ദുഃഖകരമായ അവസ്ഥയിൽ നിൽക്കുന്ന ആളും റഹീമാണ്. അതുകൊണ്ട് തന്നെയാണ് തൻ്റെ എല്ലാ കാര്യങ്ങളും നഷ്ടപ്പെടുത്തിയ മകനെ ഇനി കാണേണ്ടതില്ല എന്ന് റഹീം പലതവണ ആവർത്തിച്ച് പറഞ്ഞത്. പക്ഷേ ഇന്ന് വെഞ്ഞാറമൂട് ഈ കൊലപാതക കേസുമായി ബന്ധപ്പെട്ട് മൂന്നാം ഘട്ട തെളിവെടുപ്പാണ് നടന്നത്. ആ സമയത്താണ് മകനെ, ഇദ്ദേഹത്തിൻ്റെ മൂത്തമകനും ഈ കൂട്ടക്കൊലപാതക കേസിലെ പ്രതിയുമായിട്ടുള്ള അഫാനെ തെളിവെടുപ്പിന്റെ ഭാഗമായി വെഞ്ഞാറമൂടേക്ക് എത്തിച്ചത്. ഈ സമയത്താണ് വെഞ്ഞാറമൂട ആണ്ടവർ സ്റ്റോഴ്സിന്റെ കടയുടെ മുൻവശത്ത് നിന്ന് റഹീം മകനെ നോക്കിക്കണ്ടത്. അവിടെ ഈ സിഗ്നലിൽപ്പെട്ട് പോലീസ് വാഹനം കിടക്കുകയായിരുന്നു. ആ സമയത്താണ് റഹീം ആണ്ടവർ സ്റ്റോഴ്സിന് മുന്നിലേക്ക് എത്തുകയും അവിടെ നിന്ന് മകനെ കാണുകയും ചെയ്തത്. പിന്നീട് വാഹനം മുന്നോട്ടെടുത്ത സമയത്താണ് അദ്ദേഹവും കൂടെ ഉണ്ടായിരുന്ന സുഹൃത്തും അവിടെ നിന്ന് നടന്നു പോവുകയും ചെയ്തത്. എന്തായാലും ഈ ഒരു വെഞ്ഞാറമൂട് കൊലപാതക കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ മൂന്നാം ഘട്ട തെളിവെടുപ്പും പൂർത്തിയായിരിക്കുകയാണ്. ഇന്ന് അഫാന്റെ ഉമ്മയെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലും അനുജനെയും പെൺസുഹൃത്തായ ഫർസാനെയും കൊലപ്പെടുത്തിയ കേസിലുമാണ് ഇന്ന് തെളിവെടുപ്പ് നടത്തിയത്. കഴിഞ്ഞ ദിവസമാണ് വെഞ്ഞാറമൂട് പോലീസ് നെടുമങ്ങാട് കോടതിയിൽ നിന്ന് 3 ദിവസത്തെ കസ്റ്റഡിയിൽ അഫാനെ വാങ്ങിയത്. കഴിഞ്ഞ ദിവസം അഫാനെ ചോദ്യം ചെയ്തിരുന്നു. ഇതിന് പിന്നാലെ അഫാന്റെ ഉമ്മയെ വീണ്ടും പോലീസ് ചോദ്യം ചെയ്തു. അപ്പോഴും മുൻപ് നൽകിയ അതേ മൊഴിയിൽ തന്നെ അഫാന്റെ ഉമ്മ ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണ്. താൻ കട്ടിലിൽ നിന്ന് വീണാണ് തലയ്ക്ക് പരിക്കേറ്റത് എന്നാണ് അഫാന്റെ ഉമ്മ പോലീസിന് ഇപ്പോഴും മൊഴിയായി നൽകിക്കൊണ്ടിരിക്കുന്നത്. പോലീസ് അതുകൊണ്ട് വീണ്ടും അവരോട് പലതവണ ചോദിച്ചുവെങ്കിലും ഉമ്മ ആ മൊഴിയിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. മറ്റൊരു ആവശ്യം കൂടി അവർ പോലീസിനോട് പറഞ്ഞു. തനിക്ക് തൻ്റെ ഒരു മകനെ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് മറ്റൊരു മകൻ ഇപ്പോൾ ജയിലിലാണ്. എങ്ങനെയെങ്കിലും ആ മകനെ വിട്ടുതരണമെന്ന് പോലീസിനോട് അഫാന്റെ ഉമ്മ ഒരു അപേക്ഷയായി പറയുകയും ചെയ്തു. അതായത് നേരത്തെ നമ്മൾ പറയുന്നത് പോലെ അഫാന്റെ ഉപ്പയ്ക്ക് എല്ലാം നഷ്ടപ്പെട്ടു, പുറത്ത് ഏകനെ ആ മനുഷ്യൻ ജീവിക്കുകയാണ്. പക്ഷേ അഫാന്റെ ഉമ്മയെ സംബന്ധിച്ചിടത്തോളം അഫാൻ 2 മക്കളാണുള്ളത്. അതിൽ ഒരു മകൻ മരിച്ചു. ആ മകനെ കൊന്നത് മൂത്ത മകൻ കൂടിയാണ്. തന്നെ കൊലപ്പെടുത്താൻ ശ്രമിച്ചത് മൂത്ത മകനാണ്. അതുകൊണ്ടായിരിക്കണം ഈ ഉമ്മ ബന്ധങ്ങൾ കൂടി ഉള്ളത് കൊണ്ട് സ്വന്തം മകൻ. അപ്പോൾ ഞങ്ങൾ ഒന്നിച്ച് ഇതുവരെയൊന്നും ഉമ്മ ഒന്നും കാര്യമായിട്ട് പറഞ്ഞിട്ടില്ല. എന്നാലും ഒന്ന് കാണാമെന്ന് കരുതി. മനസ്സിലായോ? മനസ്സിലായോ? അമ്മയ്ക്ക് ഇപ്പൊ ശാരീരിക പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? നടക്കാൻ ബുദ്ധിമുട്ടാണ്. ഉമ്മ നമ്മളോട് ഒരു കാര്യം അറിയിക്കാൻ വന്നതാണ്. ഷെഫാന്റെ ബാപ്പയോട് സംസാരിച്ചായിരുന്നേ. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ താമസിക്കാൻ നമുക്കൊരു പുതിയ വീട്ടിലേക്ക് പോകണ്ടേ. അപ്പോൾ നമ്മളൊരു വീടുണ്ടാക്കി കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇനി പഴയ വീട്ടിലേക്ക് പോയാൽ നമുക്ക് അവിടെ കിടക്കാനും ഒക്കെ പ്രയാസമല്ലേ. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു പുതിയ വീട് ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ അത് പറയാൻ വേണ്ടി ഞാനിങ്ങോട്ട് വന്നതാ. അപ്പോൾ ഉമ്മയുടെ ഒരു കാര്യം ചോദിച്ചോട്ടെ. അപ്പോൾ ഉമ്മ ഇപ്പോൾ പോലീസുകാരോട് പറഞ്ഞ മൊഴി അതുപോലെ തന്നെയാണോ ഉമ്മ നിൽക്കുന്നത്? അതാണ് കറക്റ്റ്. ഞാൻ പറഞ്ഞതാണ് കറക്റ്റ്. എനിക്ക് അതേ ഓർമ്മ ഉള്ളു. അതായത് ഉമ്മ പറയുന്നത് കട്ടിലിൽ നിന്ന് വീണു അതാണോ പറഞ്ഞത്? ഞാൻ കട്ടിലിൽ നിന്ന് വീണതാണ് ഞാൻ പറയുന്നത്. എനിക്ക് സംഭവിച്ചതും അത് തന്നെയാണ്. എൻ്റെ ഓർമ്മയിലും അത് തന്നെയാണ്. ഉമ്മയുടെ പോലീസുകാർ കുറെ തവണ ചോദിച്ചോ ഇത്? ചോദിച്ചു, 2 തവണ ചോദിച്ചു. അമ്മയ്ക്കൊന്നും ഓർമ്മ കിട്ടാത്തോണ്ടാണോ ഇനി അതങ്ങനെ തോന്നുന്നത്? ഓർമ്മ എനിക്ക് അന്നത്തെ കാര്യം, ഞാൻ ഉണ്ടാക്കിയ കാര്യങ്ങൾ, സ്കൂളിൽ കൊച്ചിനെ വിട്ട കാര്യമൊക്കെ ഓർമ്മ ഉണ്ട്. അത് തന്നെ ഞാൻ പറഞ്ഞത്. റഹീമിനോട് ഇത് തന്നെയാണോ പറഞ്ഞത്?
ഫഹീമിനോട് ഇത് തന്നെ പറഞ്ഞു. ഉമ്മ എളുപ്പം സുഖമായിട്ട് വരിക, നമ്മൾ കൂടുതൽ ചോദ്യമൊന്നും ചോദിക്കുന്നില്ല. ഉമ്മ അത് കഴിഞ്ഞിട്ട് ഒന്നുകൂടെ മനസ്സൊക്കെ ശരിയാകുമ്പോൾ പോലീസുകാരോട് സംസാരിക്കുക. ഇപ്പൊ അന്ന് നടന്ന സംഭവങ്ങളൊക്കെ ഉമ്മയ്ക്ക് ഓർമ്മയുണ്ടല്ലോ? എന്താണ്? അന്ന് ഈ മകൻ ചെയ്ത കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടല്ലോ? അവര് പറഞ്ഞു ഓർമ്മ ഉണ്ട്. അപ്പൊ ഉമ്മയ്ക്ക് അല്ലാതെ എനിക്കറിയില്ല, അവര് പറഞ്ഞ ഓർമ്മ ഉണ്ട്. അപ്പൊ ഈ ഉമ്മയ്ക്ക് എല്ലാം ഓർമ്മയൊക്കെ വരുമ്പം പോലീസുകാരോട് എല്ലാ കാര്യങ്ങളും പറയുക. കാര്യം ഞങ്ങൾ ഇങ്ങനെയുള്ള അക്രമങ്ങൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ഇറങ്ങിയതാ ഉമ്മ. സാറേ, എന്റെ കൊച്ചിനെ ഇറക്കാൻ പറ്റൂ, എന്റെ കൊച്ചിനെ ഇറക്കി തരണം എങ്ങനെയെങ്കില്. എന്റെ മൂത്തോ ഇളയോ മരിച്ചു, ഇനി എനിക്ക് മൂത്തോനെ അവനെങ്കിലും എനിക്ക് ഇറക്കി തരണം എങ്ങനെയെങ്കിലും. എനിക്ക് അവനെ പ്രതീക്ഷിച്ചാണ് ജീവിക്കണം. അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും കുറിച്ച് ഞാൻ മനുഷ്യന് പ്രതീക്ഷിച്ചാണ്. നമുക്ക് നോക്കാം. ഉമ്മ സമാധാനമായിട്ട് കിടക്കുക കേട്ടോ. ഓക്കെ ഓക്കെ ഉമ്മ. ഉമ്മയെ ഞങ്ങളെ കാണാൻ പിന്നെ വരാം കേട്ടോ. ഉമ്മ സുഖമായിട്ട് കഴിയുമ്പോൾ നമുക്ക് പോവാം. നമുക്ക് വിട്ടു. എനിക്കൊന്ന് ഉമ്മയുടെ ഓർമ്മകളിൽ അതേ ഉള്ളു. അതെ, താങ്കളെ ഓർമ്മ തിരിച്ചു കിട്ടാൻ ഓർമ്മയിൽ ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ഉമ്മയുടെ ഓർമ്മകളിൽ ഇങ്ങനെ